സർ, നവജാത ശിശുക്കളിൽ ഗ്ലോക്കോമ എന്ന അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഈ കുട്ടിക്ക് കൺജനൈറ്റൽ ഗ്ലോക്കോമ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത്? കുട്ടികളുടെ ഗ്ലോക്കോമ, നവജാത ശിശുക്കളുടെ ഗ്ലോക്കോമ ചിലപ്പോൾ ജനിക്കുമ്പോ തന്നെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കാണാവുന്ന കാര്യങ്ങൾ, ഒന്ന്, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം വലിയ കണ്ണായിരിക്കും. അത് ഒരു സൗന്ദര്യമായിട്ട് പല അമ്മൂമ്മമാരും കൂട്ടാറുണ്ട്. കണ്ണ് ഡോക്ടർമാരെ കാണിക്കുന്നതല്ലാണ്. എന്നാൽ കൊച്ചു പിള്ളേർക്ക് കണ്ണിലെ പ്രഷർ കൂടുകയാണെങ്കിൽ ബലൂൺ വീർക്കുന്ന പോലെ കണ്ണങ്ങ് സ്ട്രെച്ച് ചെയ്യും, വലിയ കണ്ണായിരിക്കും. അതിനും മേളിൽ പോകുമ്പോഴേ പ്രഷർ ശരിക്കും കൂടുകയുള്ളൂ. പ്രഷർ കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ നേത്രപടലത്തിന്റെ ക്ലാരിറ്റി കുറഞ്ഞ് ഈ കൃഷ്ണമണിയുടെ ഏരിയ ഒരു ഗ്രേ കളറിലായിരിക്കും. അത്ര ക്ലിയർ ആയിട്ട് അകത്തോട്ട് കാണാൻ പറ്റില്ല. ഇതാണ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കണ്ണായിരിക്കും, ഈ നേത്രപടലത്തിന്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. രോഗി കുഞ്ഞിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെട്ടം കാണുമ്പോൾ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഈ ജനിച്ച ഉടനെ പ്രസന്റ് ചെയ്യുന്ന പിള്ളേർക്ക്. ഇതേപോലെ തന്നെ കുറച്ച് പ്രായമാകുമ്പോൾ 3 വയസ്സിന് മുമ്പേ ആണെങ്കിൽ ഇതേ സിംറ്റംസ് തന്നെ രോഗിക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിലും നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ജനിച്ച ഉടനെ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചാൽ പോലും ആ പീഡിയാട്രീഷ്യൻ ഇത് പിക്കപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചോളും. അപ്പം എല്ലായിടത്തും ഒരു ചെക്കപ്പ് ആണ് ആവശ്യം. ഇത് നോർമൽ ആണ് കുട്ടിയെന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ ഒന്ന് കാണിച്ച് കണ്ണൊന്ന് നോക്കണേ സാറേ എന്ന് പറഞ്ഞാൽ അവര് പിക്കപ്പ് ചെയ്ത് അയച്ചോളും.